ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ്സിൻ്റെ കിതാബത്ത് എക്സാമിന് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ബുക്കുകളൊക്കെ മാറിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് കിതാബത്ത് എക്സാം എങ്ങനെയാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു ഉദാഹരണം മാത്രമാണ്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ വരും എന്നൊന്നും ഞാൻ ഉറപ്പ് പറയുന്നില്ല. നമുക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയതാണ് ഇവിടെ. അപ്പോൾ നമുക്ക് അതിൽ വന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ആദ്യം കേട്ടെഴുത്താണ്. ഉസ്താദ് കുറച്ച വേർഡ്സുകളും അക്ഷരങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അവർക്കത് എഴുതാനുള്ള ഒരു പേപ്പറും കൊടുക്കും. എന്നിട്ട് അവർക്ക് ഉസ്താദ് അത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവിടെ വന്നത് എന്താണ്? ബൂ ബൈത്തുൻ. ബൂ ബൈത്തുൻ രണ്ട് പദങ്ങളായി. പിന്നെ മൂന്നാമത്തത് തീ തീ. സൗർ സൗർ. ബുസ് ബുഷ്. താബ ബിത്ത് ബിത്ത്. ഈ ഈ. അബീ അബീ ബബ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പാഠഭാഗത്തിൽ പല അക്ഷരങ്ങളും വേർഡ്സുകളും നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെ കേട്ടെഴുത്തായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇതൊരു മോഡൽ മാത്രമാണ്. ഇനി താഴെ കുറച്ച് ചിത്രങ്ങളാണ് തന്നത്. അതിൻ്റെ പേരുകൾ ഇവിടെ മുകളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രത്തിൻ്റെ താഴെ ഇതിൻ്റെ പേര് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി എഴുതണം. ഒട്ടകത്തിന് ക്യാമൽ. ക്യാമൽ നമ്മൾ എന്താണ് പഠിച്ചത്? എന്തായിരുന്നു പേര് പഠിച്ചത്? അപ്പം ക്യാമലിന് ജമൽ ജമൽ എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് എഴുതാം. പിന്നെന്താണ്? വീട് ഹൗസ്. എന്താ പഠിച്ചത്? ബൈത്ത് ബൈത്ത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പേര് അതിൻ്റെ താഴെ എഴുതാം. ഇനി ഇതെന്തായിരുന്നു? ലെറ്റസ്. എന്തായിരുന്നു? ഹസ്സ ഹസ് ഹസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ താഴെ അതിൻ്റെ പേര് കൊണ്ടുവന്ന് എഴുതാം. പിന്നെന്താണ്? ബലൂൺ. ബലൂണിന് എന്തായിരുന്നു? ബാലൂൻ ബാലൂൻ. അപ്പോൾ അതിൻ്റെ താഴെ എഴുതാം. പിന്നെ ഫ്ലൈ. ഫ്ലൈക്ക് ദുബാബ് ദുബാബ്. അപ്പോൾ അത് അതിൻ്റെ താഴെ എഴുതാം. അപ്പോൾ ഇതൊക്കെ ഒരു മോഡൽ മാത്രമാണ്. ഇനിയിപ്പോൾ ഇതിൽ വരാത്ത ചിത്രങ്ങൾ ഏതൊക്കെയാണുള്ളത്? ബസ് ഹാഫില. ബസ് ഹാഫില പറയുന്നുണ്ട്. പിന്നെ ബുള്ള് സൗർ സൗർ. പിന്നെ ഡേറ്റ്സ് തമ്ര തമ്ര. പിന്നെ എന്താണ് പറയുന്നത്? തല ഹെഡ് റഅസ് റഅസ്. ലയൺ അസദ്. അപ്പോൾ അതൊക്കെ ഇതുപോലെ വന്ന് നമുക്ക് എഴുതാൻ കഴിയുന്ന രീതിയിൽ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇനി നോക്കി എഴുതാനാണ്. വേറെ കുറച്ച് വേർഡ്സുകൾ തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് താഴെയുള്ള സ്ഥലത്തേക്ക് പകർത്തി എഴുതണം. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. അത് വബറുൻ വബറുൻ വബറുൻ. അത് ഇവിടെയൊക്കെ എഴുതാം. ബൂമുൻ ഊ ഇവിടെയൊക്കെ എഴുതാം. റത്ബുൻ നുദിബ നുദിബ. ബുഷ് ബുഷ്. അജ്റുൻ ജാഅ ഉഹ്തുൻ. അദൂബു അദൂബു. അപ്പോൾ അതൊക്കെ നമ്മൾ പാഠഭാഗത്ത് പഠിച്ച വേർഡ്സുകളാണ്. അപ്പോൾ ഒക്കെ പകർത്തി എഴുതാനൊക്കെ നന്നായി പഠിക്കാം. എഴുത്തൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്താൽ നമുക്ക് ഇതുപോലെയുള്ളതൊക്കെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ ഇത് നോക്കി എഴുതുമ്പോഴും തെറ്റാതെ ശ്രദ്ധിക്കാം. ഇനി എന്താണ്? ഇവിടെ പിരിച്ചെഴുതാനാണ്. അതായത് ഇവിടെ ചേർത്ത് തന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ വേർതിരിച്ചിട്ട് എഴുതണം. അപ്പോൾ ഇനി വേർതിരിച്ച് തന്നത് ചേർത്ത് എഴുതാനും വരും. അപ്പോൾ ആ രണ്ട് രീതിയിലും വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പോൾ ഇവിടെ എന്താണ്? അജബത്തു അജബത്തു. അപ്പോൾ ഇവിടെ ചേർത്ത് എഴുതുമ്പോഴേ ആ ഫസ്റ്റ് എഴുതാം. ജീമ് ജീമ് നമ്മൾ ഇങ്ങനെ എഴുതണം. അജ ബ്
അജബ് തു, അജബ് തു. അങ്ങനെ ഓരോന്നും വേർതിരിച്ച് എഴുതാം. അടുത്തതാ ബർദുൻ, ബ റ് ദുൻ, ബർദുൻ. ബദ്റുൻ, ബ ദ് റുൻ, ബദ്റുൻ. താബ ഒക്കെ നീട്ടാൻ വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കണം, മാറിപ്പോവരുത്, അക്ഷരങ്ങൾ ഇടാൻ വിട്ടു പോവരുത്. താ ത അലിഫ് ഇവിടെ ഇട്ട് കൊടുക്കുക. താ ബ, താബ. മനസ്സിലാക്കുക. ഇനിയാ അസദുൻ, ആ സ ദുൻ, അസദുൻ. അപ്പോൾ ഇനി ഇത് തന്നാൽ ഇതുപോലെ ആക്കി എഴുതാൻ തന്നാലോ, അപ്പം ദാല് എഴുതുന്നത് താ നീട്ടാനിടുന്നത് ബദ് ഇത് ഇട്ടിട്ട് റാ വേറെ എഴുതണം. ദാലുമിലൂടെ ചേർത്ത് എഴുതൂല, ദാലുമിലൂടെ ചേർത്ത് എഴുതൂല. റാ ഇവിടെ ഈ റാമിലൂടെ ദാല് ചേർത്ത് എഴുതൂല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ചേർത്ത് എഴുതുമ്പോൾ. പിന്നെ ജീമ് ഹ ഹ ഒക്കെ വന്നാൽ എങ്ങനെ എഴുതാന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ചേർത്ത് എഴുതുമ്പോൾ. മനസ്സിലാക്കുക, അലിഫുമിലൂടെ ചേർത്ത് എഴുതൂല. അപ്പോൾ അവസാനിക്കുമ്പോൾ എഴുതുന്ന ദാല്, ചേർത്ത് എഴുതുമ്പോൾ ജീമ്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് വെക്കുക. ഇത് വേർതിരിച്ച് എഴുതാൻ നിന്ന് വേർതിരിച്ച് ചേർത്ത് എഴുതാൻ വരുമ്പോൾ ഇതുപോലെ എഴുതണം. അപ്പോൾ ഏത് രീതിയിലും നിങ്ങൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് കിതാബത്തിൻ്റെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എടുത്ത ഭാഗങ്ങൾ എക്സാമിന് ഏതൊക്കെ ഭാഗം വരെ വരുമെന്ന് നിങ്ങൾക്ക് അറിയിപ്പ് സ്കൂളിൽ നിന്ന് തരും. അതുവരെ ഉള്ള ഭാഗത്തു നിന്നൊക്കെ എല്ലാം മനസ്സിലാക്കി നന്നായി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.